ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 100 60 30 മേനിയാൽ വലിയൊരു വിളവേകിടാം. 100 60 30 മേനിയാൽ വലിയൊരു വിളവേകിടാം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ചുങ്കക്കാരോടും പാപികളോടും ചേർന്ന് പന്തിയിലിരിക്കുന്ന യേശുവിനെ വിമർശിച്ച പരീശന്മാർക്ക് കർത്താവ് നൽകിയ മറുപടിയാണ് മത്തായി 9, 12, 13 വാക്യങ്ങൾ. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. യാഗത്തിൽ അല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. ചുങ്കക്കാരെ പാപികളെന്ന് യഹൂദന്മാർ എണ്ണിയിരുന്നു. ചുങ്കക്കാരെ സമൂഹം വെറുത്തിരുന്നു. തന്മൂലം ക്രിസ്തുവിൻ്റെ ഈ പ്രവൃത്തിയെ മതമേധാവികൾ ഇവിടെ ചോദ്യം ചെയ്യുകയാണ്. കർത്താവ് തൻ്റെ മറുപടിയിൽ കൂടി തൻ്റെ ശുശ്രൂഷയുടെ സ്വഭാവം എന്തെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ നല്ല വൈദ്യനാണ്. പാപപരിഹാരം വരുത്തുവാൻ എനിക്ക് മാത്രമേ കഴിയൂ. ഈ യാഗത്തിലല്ല, കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. സ്വയം നീതീകരിക്കുന്നവരെ അല്ല, പിന്നെയോ പാപികളെ തേടിയാണ് കർത്താവ് വന്നത്. കർത്താവിൻ്റെ കരുണ പ്രസിദ്ധമാണ്. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞത്, കരുണയുള്ളവൻ ഭാഗ്യവാൻ, അവർക്ക് കരുണ ലഭിക്കും. മത്തായി 5:7. സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. 145, 8, 9 വാക്യങ്ങൾ. കരുണ പറ്റിയ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യരിൽ മൃഗീയ വാസനകൾ ശക്തിപ്പെടുകയും കരുണയുടെ അംശം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. മീഖ 6 മുതൽ 8 വാക്യങ്ങളിൽ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തെന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെല്ലും? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം, ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കണം. ഇന്ന് കർത്താവ് നമ്മെക്കുറിച്ച് താല്പര്യപ്പെടുന്നതും ഇത് തന്നെയാണ്. ദയ കാണിക്കണം, കരുണ കാണിക്കണം. ചില വർഷങ്ങൾക്ക് മുൻപ് തീവണ്ടിയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് വായിക്കുകയുണ്ടായി. രാത്രി ഏകദേശം 10 മണി. എല്ലാവരും ഉറങ്ങുവാനുള്ള ഒരുക്കമാണ്. ലൈറ്റുകൾ കെടുത്തി. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കാം. ഈ കരച്ചിൽ തുറന്നുകൊണ്ടേയിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഉറക്കെ ശബ്ദിച്ചു, ഈ കരച്ചിൽ ശല്യമാണല്ലോ, ആരുടെ കുട്ടിയാണ് കരയുന്നത്? മറ്റു ചിലരും ഈ യുവാവിനോട് ചേർന്ന് ശബ്ദം ഉയർത്തി. ഈ സമയം കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗത്തൊരു വിളക്ക് തെളിഞ്ഞു. അവിടെ ഒരു യുവാവ് 6 മാസം പ്രായമുള്ള തൻ്റെ കുഞ്ഞുമായി ഇരിക്കുന്നു. ആ യുവാവ് ശാന്തമായി പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ നിങ്ങൾക്ക് ശല്യമായി എന്നെനിക്കറിയാം. അവൻ്റെ അമ്മയെ കാണുവാനാണ് അവൻ കരയുന്നത്. അമ്മ ഈ ട്രെയിനിൽ തന്നെ ഗാർഡിൻ്റെ അടുത്തുള്ള പാഴ്സൽ മുറിയിൽ ഒരു ശവപ്പെട്ടിയിൽ കിടക്കുന്നു. 6 മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ച് അവൾ യാത്രയായി. ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. വളരെ പെട്ടെന്ന് ഒരു സ്ത്രീ ചെന്ന് കുഞ്ഞിനെ കൈകളിൽ ചേർത്തു. ബഹളമുണ്ടാക്കിയ ചെറുപ്പക്കാർ ക്ഷമ ചോദിച്ചു. കരുണ കാണിച്ചവർ, ദയ കാണിച്ചവർ. ഈ കരച്ചിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. എത്രയോ പേരാണ് നമ്മളുടെ ചുറ്റും കരയുന്നത്. നാം അവരെ ശ്രദ്ധിക്കാറേയില്ല. അവർ നമുക്ക് ശല്യമാകരുതെന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. മറ്റുള്ളവരുടെ കരച്ചിൽ കേൾക്കുവാൻ നമുക്ക് സമയമില്ല. ഓർക്കുക, നമ്മോട് കരുണ കാണിച്ചവനാണ് നമ്മുടെ കർത്താവ്. നാം ദുഃഖിച്ചപ്പോൾ നമ്മെ ആശ്വസിപ്പിച്ചവൻ, നാം കരഞ്ഞപ്പോൾ നമ്മോടൊപ്പം കരഞ്ഞവൻ. മിസ്രൈമി അടിമത്തത്തിൽ ഊഴിയവേലയാൽ കഷ്ടതകൾ അനുഭവിച്ച് നിലവിളിച്ച ജനത്തോട് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുടെ കഷ്ടത കണ്ടു, നിങ്ങളുടെ നിലവിളി ഞാൻ കേട്ടു, നിങ്ങളുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. പുറപ്പാട് 3:7. ഇന്ന് കർത്താവിൻ്റെ അനുഗാമികൾ എന്ന് അഭിമാനിക്കുന്നവരല്ലേ നാം ഓരോരുത്തരും?
നമ്മുടെ ചുറ്റിലും വേദന അനുഭവിക്കുന്നവരോടുള്ള നമ്മളുടെ മനോഭാവം എന്താണ്? ഇവിടെ യാക്കോബ് ചോദിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. നിന്റെ സഹോദരൻ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനും ആയിരിക്കെ അവൻ്റെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കാതെ സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നുവെങ്കിൽ എന്ത് പ്രയോജനം? നിന്റെ വിശ്വാസം പ്രവൃത്തിയില്ലാതെ വന്നാൽ ആ വിശ്വാസം നിർജ്ജീവമാണ്. യാക്കോബ് 2:15 മുതൽ 17 വരെ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പെരുമൺ തീവണ്ടി അപകട ദിവസം, അന്ന് പ്രഭാതത്തിൽ പൂജാമുറിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് പത്രം വായിക്കുവാനായി ചാരുകസേരയിൽ കിടന്ന ശ്രീ ചിത്തരി തിരുനാൾ അപ്പോഴാണ് ഞെട്ടിക്കുന്ന പെരുമൺ തീവണ്ടി അപകടം അറിയുന്നത്. ഉടൻ തന്നെ തൻ്റെ സെക്രട്ടറിയെ വിളിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു നല്ല തുക ചെക്ക് എഴുതിച്ചു. മാത്രമല്ല, ആ ദിവസം മുഴുവൻ യാതൊരു ആഹാരവും കഴിക്കാതെ തൻ്റെ പൂജാമുറിയിൽ കയറി ധ്യാനത്തിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും നിരതനായി. അന്നത്തെ സംഭവം നമ്മിൽ പലരും അറിഞ്ഞതാണ്, കേട്ടതാണ്. വിശ്വാസി എന്ന് പറയുന്ന നാം എന്തു ചെയ്തു? ദൈവത്തിൽ നിന്ന് എത്രയോ കരുണയാണ് നാം ദിനംതോറും അനുഭവിക്കുന്നത്. നമ്മോട് കർത്താവ് കാണിച്ച കരുണ സഹമനുഷ്യരോട് നാമും കാണിക്കേണ്ടതല്ലേ? യാഗത്തിലല്ല, കരുണയിലത്രേ കർത്താവ് പ്രസാദിക്കുന്നത്. കർത്താവേ, കരുണയുടെ പ്രവൃത്തി ചെയ്യുവാൻ എന്നെയും ദിനംതോറും അവിടുന്ന് ബലപ്പെടുത്തണമേ. ആമേൻ. വചനത്തെ സ്നേഹിക്കണം, വചനത്തിനാഴമറിഞ്ഞിടണം. വചനത്തെ സ്നേഹിക്കണം, വചനത്തിനാഴമറിഞ്ഞിടണം. വളർന്നിടണം, ആത്മഫലമെല്ലാം നൽകിടണം. കൃപയിൽ വളർന്നിടണം, ആത്മഫലമെല്ലാം നൽകിടണം. ആഴത്തിൽ ആഴത്തിൽ